അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുറ്റകൃത്യത്തിന് ശേഷം ഇപ്പോഴും ഒരു പശ്ചാത്താപം ഇല്ലെന്നുള്ളതാണ്. പ്രോസിക്യൂഷന്റെ വാദം ഇത് മാക്സിമം പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ ഫിറ്റായിട്ടൊരു കേസാണെന്നാണ്. അതിനൊരു പ്രധാനപ്പെട്ട വാദം അദ്ദേഹം ഒരു കേസിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്ന ഒരുപാട് സുപ്രീം കോടതി വിധികളുണ്ട്. ആ വിധികളിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധികളുണ്ട്. ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അഗ്രാവേറ്റഡ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റഡ് സർക്കംസ്റ്റാൻസും ഇത് തമ്മിൽ ഒരു ത്രാസിൽ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഒരു കേസിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അഗ്രാവേറ്റഡ് സർക്കംസ്റ്റാൻസിന്റെ ബാലൻസ് ആണ് താന്നു നിൽക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാവുന്ന സാഹചര്യമാണ്. തിരിച്ചാണെങ്കിൽ അത് ലൈഫ് ഇംപ്രസ്മെന്റ് കൊടുക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു സാഹചര്യം നമ്മൾ പ്രധാനപ്പെട്ട സാഹചര്യം, അദ്ദേഹം ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയ ആളാണ്. നല്ല നിലയിലുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടി, നല്ല നിലയിലുള്ള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ കിട്ടി. ഈസ് എ ഗ്രാജുവേറ്റ്. അതുപോലെ തന്നെ ഈസ് കമ്മിങ് അരിസ്റ്റോക്രാറ്റ് ഫാമിലി എന്ന് പറഞ്ഞ ആളാണ്. ഈസ് വെരി പോളിഷ്, കൾച്ചേർഡ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് ഒരു റോ ആയിട്ടുള്ള ആളെ നമുക്ക് റിഫോം ചെയ്യാം. ഈ സാഹചര്യത്തിൽ നിന്ന് വരുന്നൊരു പോളിഷ്ഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഹി റിമെയിൻസ് ബിയോണ്ട് ദ റെലം ഓഫ് റിഫോർമേഷൻ. അതുകൊണ്ട് മറ്റ് പല സാഹചര്യങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഇറ്റ്സ് എ ഫിറ്റ് കേസ് ഫോർ മാക്സിമം പണിഷ്മെന്റ് എന്നുള്ളതാണ്. ഇപ്പൊ അവസാനം പ്രതിയോട് ചോദിച്ചപ്പോൾ പ്രതി കോടതി പറഞ്ഞ കാര്യങ്ങൾ കാണിക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുറ്റകൃത്യത്തിന് ശേഷം ഇപ്പോഴും ഒരു പശ്ചാത്താപം ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഒരു പശ്ചാത്തപിക്കുക എന്ന് പറയുന്ന ഹ്യൂമൻ ആയിട്ടുള്ള മനുഷ്യ സഹജമായ ഒരു ക്വാളിറ്റിയാണ്. ആ മനുഷ്യ സഹജമായ ക്വാളിറ്റി ഒരാൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അയാളോടൊപ്പം ഒരു സൊസൈറ്റിയിലെ മറ്റാളുകൾക്ക് ക്യാൻ ദർ ബി എ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് അലോങ് വിത്ത് ഹിം ഇൻ ദ സൊസൈറ്റി എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് കോടതി കൺസിഡർ ചെയ്തിട്ട് തീരുമാനിക്കട്ടെ, അതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഇനി കോടതി ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഇതിന് മറ്റ് ഒഫൻസുകൾക്ക് വന്നിട്ടുള്ള ടേം സെന്റൻസുകളൊക്കെ കൺസിക്യൂട്ടീവായിട്ട് പാസ്സാക്കണം, റൺ ചെയ്യണം. അത് അനുഭവിച്ച ശേഷം മാത്രമേ ലൈഫ് ഇംപ്രിസൺമെന്റ് റൺ ചെയ്യാൻ അനുവദിക്കാവുള്ളൂ എന്നുള്ള വാദവും പ്രോസിക്യൂഷൻ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതിലൊരു തീരുമാനം കോടതി നാളെ എടുക്കും, നാളെ ശിക്ഷ വിധിക്കും.